ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം സ്വർണ്ണക്കൊള്ളയായിരുന്നു. ഇതിന്റെ തിരിച്ചടിയും ഭരണകക്ഷിയായ LDF ഉണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ണിന്റെ മുമ്പിലൊക്കെ കണ്ടതാണ്. ഇപ്പോൾ മറ്റൊരു ഏറ്റവും പുതിയൊരു വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത് SIT കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഏതാണ്ട് ശ്രീകോവിലിലെ വിഗ്രഹങ്ങൾ ഒഴികെയുള്ള ബാക്കിയെല്ലാം അടിച്ചു മാറ്റപ്പെട്ടു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുന്നത്. ഏറ്റവും ആശങ്കാജനകമായ രീതിയിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് പ്രഭാമണ്ഡലത്തിലെ വരെയുള്ള പാളികളൊക്കെ തന്നെ അടിച്ചു മാറ്റി എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി വരികയാണ്. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിലപ്പുറം നേരത്തെ കട്ടിളപ്പാളികളൊക്കെ കൊണ്ടുപോയി എന്നാണ് അറിഞ്ഞത്. ഇപ്പൊ ഏതാണ്ട് എല്ലാം ശബരിമലയിലെ വിഗ്രഹത്തോട് ചേർന്നിരിക്കുന്നത് ഒഴികെയുള്ള ബാക്കിയെല്ലാം തന്നെ അടിച്ചു മാറ്റപ്പെട്ടു എന്ന രീതിയിലേക്കാണ് വളരെ ആശങ്കാജനകമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണത്തിലും നേരത്തെ കോടതിയുടെ അതിശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുകയാണ്. SIT ഓരോ സമയത്തും അവർക്ക് ചില നടപടികളെടുക്കും, അവർ പുറകോട്ട് പോവും, വീണ്ടും നടപടികളെടുക്കും, പുറകോട്ട് പോവും. അങ്ങനെയുള്ള രീതിയിലായിരുന്നു. കാരണം SITക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു തടസ്സമുണ്ടായിരുന്നു. അതുകൊണ്ട് കോടതി ഇടയ്ക്കിടെ വിമർശനത്തിന്റെ ഒരു ഭാഷ ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ SIT മുന്നോട്ട് പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ SITയുടെ പ്രവർത്തനം നിലച്ചിരുന്നു. അതേപോലെ തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് എന്തുകൊണ്ടാണ് അതേ സമയത്ത് ദേവസ്വം ബോർഡ് മെമ്പർമാരായിരുന്ന വിജയകുമാറിനെയും ശങ്കരദാസിനെയും അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം ഉയർന്നിരുന്നു. കോടതിയും ഇക്കാര്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴും ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ മറ്റൊരു വിഷയം, ഇതിനകത്ത് SITന് കോൺഗ്രസ് നേതാക്കളെ കൂടി ചോദ്യം ചെയ്യാൻ പോവുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം കോൺഗ്രസ് നേതാവായ ആന്റോ ആന്റണിയും അതേപോലെ തന്നെ അടൂർ പ്രകാശുമാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള പോറ്റിയെ സോണിയാഗാന്ധിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടാണ് സോണിയാഗാന്ധിയുടെ മുമ്പിലേക്ക് പോറ്റിയെ കൊണ്ടുപോയത്, പോറ്റിയും ഇവരും തമ്മിലുള്ള ഇടപാടുകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അത് ആന്റോ ആന്റണിയിൽ നിന്നും അടൂർ പ്രകാശിൽ നിന്നും അറിയാൻ വേണ്ടി അവരെ കൂടി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഏതായാലും ആദ്യമായിട്ടാണ് പ്രതിപക്ഷത്തുള്ള UDF ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. അതോടൊപ്പം തന്നെ നേരത്തെ രാഷ്ട്രീയ സമ്മർദ്ദത്താലാണെന്ന് പറയപ്പെടുന്നു കടകംപള്ളി സുരേന്ദ്രനെ. കാരണം അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന ആളാണ്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ SIT തയ്യാറായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം കൈ കഴുകുന്ന രീതിയിലുള്ള ഉത്തരമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് മറ്റ് ആളുകൾ നേരത്തെ പറഞ്ഞതും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിന് ശേഷം മറ്റ് പ്രതികളെ വീണ്ടും വിളിപ്പിച്ച് ചോദ്യം ചെയ്തതിന് ശേഷം ഇവർ തമ്മിലുള്ള മൊഴികളിലെ പൊരുത്തക്കേട് SITക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ പല കാര്യങ്ങളും ഒളിച്ചു വെക്കുകയാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ എന്താണ് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് മറ്റു പ്രതികൾ SITയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും തനിക്കറിയില്ല. താൻ മന്ത്രി എന്ന നിലയിൽ തന്റെ കയ്യിൽ പല ഫയലുകൾ വരുന്നു, അത് ഒപ്പിട്ട് നേരെ ദേവസ്വം ബോർഡിലേക്ക് പോകുന്നു. തനിക്കൊന്നും സ്പെസിഫിക് ആയിട്ട് അറിയില്ല. ഇയാളെ അറിയാമോ എന്ന് വെച്ചാൽ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഈ പോറ്റിയുടെ കൂടെ കടകംപള്ളി സുരേന്ദ്രൻ വിദേശയാത്ര നടത്തിയിരുന്നു തുടങ്ങിയ ആരോപണങ്ങൾക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. എന്ത് തന്നെയായാലും വീണ്ടും മറ്റു പ്രതികളെ കോടതിയിൽ നിന്ന് അനുവാദം വാങ്ങി ചോദ്യം ചെയ്തതിന് ശേഷം കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഏതായാലും കേരളത്തിലെ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്ന രീതിയിലേക്ക് സ്വർണ്ണക്കൊള്ള പോവുകയാണ്. ഒരുപക്ഷെ UDFന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ പറ്റാത്ത വിധത്തിൽ, കാരണം UDFന്റെ നേതാക്കൾക്കും ഇവരെ സഹായിച്ചതിൽ പങ്കുണ്ടോ? എങ്ങനെയാണ് അടൂർ പ്രകാശനും ആന്റോ ആന്റണിയും ഒക്കെ സോണിയാഗാന്ധിയുടെ മുമ്പിലേക്ക് വരെ പോറ്റിയെ കൊണ്ടുപോകുന്നത്, അതിന്റെ ചേതോവികാരം എന്താണ്, അതിന്റെ പിറകിലുള്ള കാര്യങ്ങൾ എന്താണ് തുടങ്ങിയവയും SIT അന്വേഷിക്കുകയാണ്. ഒരുപക്ഷെ SITക്ക് ഒരു ബാലൻസിങ് എന്ന രീതിയിൽ വരെ വേണമെങ്കിൽ UDFകാരെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന കാര്യവും ചിലപ്പം SIT അന്വേഷിക്കുന്നുണ്ടാവും. എന്തു തന്നെയായാലും ശബരിമല സ്വർണ്ണക്കൊള്ള ഏറ്റവും നമുക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് ഭയാവഹമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ശബരിമലയിലെ പ്രധാനപ്പെട്ട വിഗ്രഹം ഒഴികെയുള്ളതൊക്കെ അടിച്ചു മാറ്റപ്പെട്ടോ എന്ന സംശയം വരികയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റു പല ക്ഷേത്രങ്ങളിലെയും
വിഗ്രഹങ്ങളെ കുറിച്ചും എന്താണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഒരു വ്യാപാര താല്പര്യത്തിന് വേണ്ടി കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ തങ്ങളുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി കൊണ്ട് മാത്രമാണ് ദേവസ്വം ബോർഡ് പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് രാഷ്ട്രീയക്കാർ ഇരച്ചു കയറുന്നതും അവർക്ക് വ്യക്തമായിട്ടും ഒരു ക്ഷേത്ര വിശ്വാസമോ അല്ലെങ്കിൽ ക്ഷേത്രാഭിമുഖ്യമോ ഇല്ലാത്ത ആളുകളാണ്. അപ്പൊ അവരെ ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നതിന്റെ താല്പര്യം, എങ്ങനെ ദേവസ്വം ബോർഡിന്റെയൊക്കെ അധികാരം കൈയാളുന്നതിന്റെ പിറകിലുള്ള താല്പര്യം ഈ സ്വർണവും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലേക്കുള്ള പരമ്പരാഗതമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാനുള്ളതാണോ എന്ന സംശയം ഇപ്പോൾ സാധാരണക്കാരുടെ മുമ്പിൽ ഉയരുകയാണ്. അപ്പം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ക്ഷേത്രവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശാജനകമായ അല്ലെങ്കിൽ അവർ ആശങ്കയുണ്ടാകുന്ന വാർത്തകളാണ് ഇപ്പോൾ അവരെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ശബരിമലയിൽ നടത്തിയിരിക്കുന്ന കൊള്ള എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചെറിയൊരു കൊള്ളയല്ല, വലിയ കൊള്ള തന്നെയാണ്. ആസൂത്രിതമായ ദീർഘകാലത്തെ ആസൂത്രണത്തോടുകൂടിയ കൊള്ളയാണ്. ഇതിൽ വിദേശ തലത്തിലുള്ള ബന്ധങ്ങൾ വരെ, കാരണം ഇവരെയൊക്കെ പോകുന്നത് പുറത്തേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള ഒരുപാട് വ്യാപാരികളൊക്കെ തന്നെ ഇതിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ചോദ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിന്റെ സങ്കീർണത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രയും വലിയൊരു രീതിയിലേക്ക് കേരളത്തിലെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നീങ്ങുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്.